അമ്മയെ പ്രതിനിധീകരിച്ച് ശ്രീ സുരേഷ് ഗോപിക്ക് ഞങ്ങളെല്ലാവരും ചേർന്ന് ഊഷ്മളമായ അഭിനന്ദനങ്ങളും അഗാധമായ ആദരവും ഈ നിമിഷത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അഭിമാനം നിറയ്ക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ റോളിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന നല്ല സ്വാധീനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഇനി ഞാൻ കൂടുതലൊന്നും പറയണമെന്നില്ല. ഈ മഹത്തായ നേട്ടത്തിന് ശ്രീ സുരേഷ് ഗോപിയെ അഭിനന്ദിക്കാൻ നമുക്കെല്ലാവർക്കും ഒന്നിക്കാം. അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ സേവനവും നേതൃത്വ പാഠവും കൊണ്ട് നമുക്ക് എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും ശോഭനമായി തിളങ്ങുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സുരേഷ് ഗോപി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ. അദ്ദേഹത്തെ ഈ നിമിഷത്തിൽ ആദരിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് ശ്രീ മോഹൻ. ഫ്രണ്ടിലേക്ക് വേണം, അങ്ങനെ തന്നെ ആദരിക്കണം. സുരേഷ് ഗോപി ചേട്ടനെ ആദരിക്കുന്ന ചടങ്ങാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രിയായതിനു ശേഷം ഇവിടെ എത്തിയ ആദ്യ അംഗമെന്ന നിലയിലും ഇപ്പോഴത്തെ മന്ത്രി എന്ന നിലയും സുരേഷ് ഗോപി ചേട്ടനെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മൾ കണ്ടത്. ഇതോടൊപ്പം നമ്മുടെ കാർഡ് സുരേഷ് ചേട്ടന് നൽകുന്നു. ഇടവേള ബാബു ചേട്ടനാണ് നമ്മുടെ അമ്മയുടെ ID കാർഡ് സുരേഷ് നൽകുന്നത്. ഒന്നാമത്തെ നമ്പറാണ് സുരേഷ് ചേട്ടൻ. അത് വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും സുരേഷ് ചേട്ടൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കണ്ടേ? യെസ്, സുരേഷ് ചേട്ടാ പ്ലീസ്. നമസ്കാരം. പൊതുവെ വാചാലനാണ് എന്ന് പറയുന്ന നല്ലതോ ചീത്തയായ ഒരു ട്രൈറ്റുമാണ്. പലർക്കും ശക്തി പകരുന്ന സുഹൃത്താണ്. അമ്മ എന്ന സംഘടനയോടുള്ള പ്രതിബദ്ധതയുടെ മൂർത്തീഭാവമാണ് ശ്രീ ഇടവേള ബാബു എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ബാബുവേട്ടൻ ഈ സ്ഥാനം അദ്ദേഹമായിട്ട് വേണ്ടെന്ന് വയ്ക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്, അങ്ങയുടെ പേര് പോലെ തന്നെ അതിന് അനുസൃതമായി ഈ ഒരു വിടവാങ്ങൽ ഒരു ചെറിയ ഇടവേള മാത്രമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കുറച്ചുകൂടിയൊക്കെ പറയണം എന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് സുരേഷ് ചേട്ടന് പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം, എന്നിട്ട് ആ ചടങ്ങിലേക്ക് കിടക്കാം. ബാബു ഒരു ഇമോഷനാണ്, സെന്റിമെന്റ്സ് ആണ്. ബാബു ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, അത് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ബാബുവിനെ വിട്ടൊരു അമ്മയില്ല. അമ്മയുടെ ഫുൾ ടൈം ഡ്രൈവറാണ് ബാബു. ആ ബസ്സിനുള്ളിൽ കണ്ടക്ടർമാരും ചക്കർമാരും ഒക്കെയായി ഒരുപാട് പേരിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ പകരക്കാരെ വയ്ക്കാം. പക്ഷേ ബാബുവിന് പകരക്കാരനില്ല. നടൻ മമ്മൂട്ടിയുടെ വാക്കുകളാണ്. പൊതുവെ അളന്നും മുറിച്ചും മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന മമ്മൂട്ടി അന്ന് അമ്മയുടെ പൊതുയോഗത്തിൽ വാചാലനായി. കാരണം ബാബു ആയതിന് ഫുൾ ഡ്രൈവറിലായി നമ്മുടെ കണ്ടക്ടർമാരും ചക്കർമാരും ഒക്കെ ഇരിപ്പുണ്ട്. അവരുടെ ആരാണ് മറ്റൊക്കെ
എന്നാലും ബാബു വേണം ബാബു. ഇടവേള ബാബു എന്ന നടനെ, സംഘാടകനെ അടയാളപ്പെടുത്താൻ ഇതിലും മികച്ച വാക്കുകൾ വേറെയില്ല. മമ്മൂട്ടി പറഞ്ഞതുപോലെ അമ്മ എന്ന ബസ് സുഗമമായി സഞ്ചരിക്കുന്നത് കണ്ണും കാതും കൂർപ്പിച്ച് കരുതലോടെ ബാബു ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് കൊണ്ടാണ്. അതിലെ ഓരോ യാത്രക്കാരൻ്റെയും ലക്ഷ്യസ്ഥാനങ്ങൾ ബാബുവിനോളം കൃത്യമായി അറിയുന്ന മറ്റൊരാളില്ല. അതുകൊണ്ടാണ് 2.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാത്ര സുഗമമായി തുടരുന്നത്. അതിനർത്ഥം അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളും ഒന്നുമില്ല എന്നല്ല. അതിനെല്ലാം തന്റെ ക്ഷമ കൊണ്ടും കർമ്മോത്സുകത കൊണ്ടും അതിജീവിക്കാൻ കഴിയുന്ന സംഘാടകനായി അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബു മാറിയിടത്താണ് മമ്മൂട്ടിയുടെ വാക്കുകൾ വീണ്ടും പ്രസക്തമാകുന്നത്. ബാബുവിന് പകരക്കാരനില്ല. തലപ്പൊക്കമുള്ള ഒരു കഥാപാത്രത്തിലൂടെ മലയാള സിനിമയുടെ തിരുവരങ്ങിലെത്തുന്നതിന് മുമ്പേ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെയും ക്രൈസ്റ്റ് കോളേജിലെയും വേദികളിൽ നിറഞ്ഞാടിയ ഒരു നർത്തകന്റെ വേഷമുണ്ടായിരുന്നു ബാബുചന്ദ്രന്. യുവജനോത്സവ വേദികളിലും ആ മികവിന്റെ മെനലാട്ടം പലവട്ടം തെളിഞ്ഞു. സംഗീതാധ്യാപിക കൂടിയായ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ താളബോധമാണ് ബാബുവിന് സിനിമയിലും താങ്ങായത്. എന്നിട്ടും വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങളൊന്നും ആ നടനെ തേടി എത്തിയില്ല. അത് കാലം കാത്തുവെച്ച് നിയോഗമായിരിക്കാം. ഒരു അഭിനേതാവിന്റെ തിരക്കുകളിലേക്ക് ബാബു വീണുപോയിരുന്നെങ്കിൽ, അതിന്റെ അലങ്കാരഭാരങ്ങൾ അദ്ദേഹത്തിന് ബാധ്യതയായിരുന്നെങ്കിൽ, അമ്മ പോലൊരു സംഘടനയുടെ തലപ്പത്തിലേക്ക് ഉയരാനും അവിടെ എല്ലാവരുടെയും സെന്റിമെന്റ്സായി മാറാനും ബാബുവിന് കഴിയുമായിരുന്നില്ല. നടനായില്ലെങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത റോളുകളെല്ലാം മികച്ചതാക്കി. ബാബു KSFTCയുടെ വൈസ് ചെയർമാനായിരുന്നപ്പോഴാണ് ഗവൺമെന്റ് തിയേറ്ററുകളെല്ലാം നവീകരിക്കപ്പെട്ടത്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ മാനേജ്മെന്റിനും കാരണമായത്. സീരിയൽ സംഘടനയായ ആത്മയുടെ തലപ്പത്തേക്കും അതിന്റെ പിന്നണി പ്രവർത്തകർ ബാബുവിനെ ക്ഷണിച്ചുകൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ലെന്ന് വന്നപ്പോഴാണ്. ഇടവേളകളില്ലാതെ എന്നുള്ള ആത്മകഥ അത് എഴുതിയിരിക്കുന്നത് ശ്രീ K. സുരേഷ് അവറുകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ പബ്ലിക്കേഷൻ ലിബി പബ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടനാണ് ഇത് നമുക്ക് വേണ്ടി പ്രകാശനം ചെയ്യുന്നത്. ശ്രീ K. സുരേഷ് എഴുതിയ ശ്രീ അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബുവിൻ്റെ ജീവിതകഥയെക്കുറിച്ചുള്ള സംക്ഷിപ്ത രൂപം ഒരു പുസ്തകമായി നമുക്കെല്ലാവർക്കും അഭിമാനമായി ഇവിടെ ഇറങ്ങുകയാണ്. ഇടവേളകൾ ഇല്ലാതെ. ലാലേട്ടൻ അവതാരികയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ സിനിമക്കാരും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകം എന്നാണ് ഇടവേളകളില്ലാതെ ഇതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏറെ സന്തോഷം ഈ മുഹൂർത്തത്തിന് നമുക്കെല്ലാവർക്കും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, India's #1 language academy, Neetu's Academy.